Hi children, here myself is with a new lesson for 6th standard students. The chapter, the unit name is two infinitives. What is two infinitives? Just we are going to learn two infinitives. What is infinitives? Actually, infinitives are the base form of a verb. ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോ എന്ന് പറയുന്നതാണ് ഒരു ഇൻഫിനിറ്റീവ്. ഇതിൻ്റെ മലയാളം കേവല ക്രിയ എന്നാണ്. അപ്പോൾ ഒരു ക്രിയ തന്നെയാണ്, ഒരു കേവല ക്രിയയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വി യൂസ് ടു ബിഫോർ ഇൻഫിനിറ്റീവ്. Some rules are there to use and some words are used, and how to use two infinitives, when to use two infinitives. Just we are going to learn. Listen carefully. Take your test first. Two infinitives we can also use after certain verbs and after objects of certain verbs. അപ്പോൾ നമുക്ക് ടു ഇൻഫിനിറ്റീവ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആഫ്റ്റർ സർട്ടൈൻ വേർബ്സ്. ചില വേർബുകൾക്ക് ശേഷം ടു ചേർക്കാം. അതുപോലെ തന്നെ ഒരു സർട്ടൈൻ വേർബിന് തൊട്ട് മുന്നേയുള്ള ഒബ്ജക്റ്റിന് ശേഷവും നമ്മൾക്ക് ടു ഇൻഫിനിറ്റീവ്സ് ചേർക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ടു ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വൺ വി യൂസ് ആഫ്റ്റർ സർട്ടൈൻ വേർബ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ വി യൂസ് ആഫ്റ്റർ ഒബ്ജക്ട്സ് ഓഫ് സർട്ടൈൻ വേർബ്സ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. യൂസ് ആഫ്റ്റർ സർട്ടൈൻ വെർബ്സ് എന്ന് പറഞ്ഞാൽ സം സർട്ടൈൻ വെർബ്സ് ആർ ദർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് സർട്ടൈൻ വെർബ്സ് വി യൂസ് ടു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആഫ്റ്റർ ഒബ്ജക്ട്സ് ഓഫ് സർട്ടൈൻ വെർബ്സ്. Certain verbs are there and also it has an object. Certain verbs and an object. After the object we use to. These are the difference. So for first example, just we can see the minister for railway has decided to raise the train fares. First example, the minister for railway has decided to raise the train fares. See, in this sentence we used after the verb decided, has decided. A railway minister train fares കൂട്ടുവാനായിട്ട് തീരുമാനിച്ചു. Has decided to raise. To raise എന്ന് ഇവിടെ പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം ഒരു പർപ്പസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പർപ്പസ് ഉണ്ട് ഇതിനകത്ത്. What is that purpose? To raise the train fares. Train fares, റെയിൽവേ ചാർജ് കൂട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ പേർപ്പസ്. അപ്പോൾ ആ പേർപ്പസിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ടു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ആഫ്റ്റർ ഡിസൈഡഡ്, ഹാസ് ഡിസൈഡഡ്, ഇറ്റ് ഈസ് എ വേർബ്, ആൻഡ് റൈസ് ദാറ്റ് ഓൾസോ ഈസ് എ വേർബ്. അപ്പോൾ മൂന്ന് വേർബുകളാണ് അതിനകത്തുള്ളത്. ഒന്ന് ഹാസ് ഡിസൈഡഡ്, നെക്സ്റ്റ് റൈസ്. But just before rise we use to. ഇനി എന്താണ് അതിനു മുന്നേ ഒരു വേർബ് ഉണ്ടല്ലോ എന്നൊരു സംശയം നമ്മൾക്ക് തോന്നാം. അപ്പോൾ അത് നിവർത്തിക്കുവാൻ വേണ്ടിയിട്ട് മറ്റ് ചില എക്സാമ്പിൾസും മറ്റു ചില ഫങ്ഷൻസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. We use two infinitives after certain verbs എന്ന് ആദ്യം പഠിച്ചു. അപ്പോൾ ആ വേർബുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. ആ വേർബുകളൊക്കെയാണ് അഫോർഡ്, എക്സ്പെക്ട്, ഓഫർ, റെഫ്യൂസ്, എഗ്രി, ഓപ്പ്, പ്ലാൻ, സീം, അറേഞ്ച്, ലേൺ, പ്രിറ്റൻ, ത്രട്ടൻ, ഡിസൈഡ്, മാനേജ്, ഡിസൈഡ്, promise, warn, etc. and etc. These are the just examples of certain verbs we use after. In the first example, just we have seen
The Minister for Railway has decided to raise. I already told you that there are 3 verbs: has, decided and raise. In that sentence we learned that 2 infinitives shows the purpose. ഒരു purpose-നെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. And in the second function we learned that we use after certain verbs. In the sentence you can see decide. Here the form of decide is already changed because has is placed just before that particular verb decide. So it become decided, the third form the verb. അപ്പോൾ വേർബിൽ അതിൻ്റെ ഫോമിന് മാറ്റം ഉണ്ടാകാം. V1, V2, V3. അപ്പോൾ V1 ആകാം, V2 ആകാം, V3 ആകാം. അപ്പോൾ അങ്ങനെ വന്നാലും നമ്മൾക്ക് എന്തുപയോഗിക്കാം? 2 ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കാം. അപ്പോൾ we can use after some verbs and we can use before some certain verbs. ഇത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് കൂടെ ഓർത്തിരിക്കേണ്ടതാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നില്ല, ആവർത്തിച്ചാൽ നമുക്ക് സമയം ഒത്തിരി എടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ്സ് ആണ്. ആ വേർഡ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തു വെക്കുക. ബൈ ഹാർട്ട് ചെയ്യേണ്ട, ബൈ ലേണിംഗ് വി ക്യാൻ ലേൺ ഈസിലി. ആൻഡ് ഹിയർ ഇൻ ദിസ് സെന്റൻസ്, in the examples, in the words we have learned that we use after some words 2 infinitives. Just we can go through an example. Ravi did not want to go to the park. The first example is Ravi did not want to go to the park. Here in this sentence, Ravi did not want. Here in this sentence we can see 3 verbs. The first one is did, second one is want, then third one is go. We already learned that we use 2 infinitives after certain verbs. Which one is that certain verb? Just see. Did not want, did not want, want to go to the park. After some certain verbs we can use 2 infinitives which shows a purpose. എന്താണ് purpose? Go to the park. പാർക്കിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് purpose. In the next example you can see Seema agreed to meet me at the station. സീമ എന്ത് ചെയ്തു? സീമ ചെയ്തത് agreed to meet me at the station. സ്റ്റേഷനിൽ കാണാൻ, മീറ്റ് ചെയ്യാം എന്ന് agree ചെയ്തു. We learned some certain verbs. Among that certain verb, agreed is the one. Seema agreed to meet. Agreeന്റെ ശേഷമാണ് to meet എന്ന് പറയുന്ന ആ 2 infinitive വന്നിരിക്കുന്നത്. അപ്പോൾ Seema agreed to meet me at the station. സീമ സ്റ്റേഷനിൽ എന്നെ കാണാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്നു. എഗ്രീഡ് എന്നുള്ളത് ഒരു വെർബാണ്. എഗ്രിയുടെ പാസ്റ്റ് ഫോമാണ് എഗ്രീഡ്. അതിനുശേഷം വന്നിരിക്കുന്നത് മീറ്റ്. അപ്പോൾ ഇതിനകത്ത് 2 വെർബുകളുണ്ട്, എഗ്രീഡ് ആൻഡ് മീറ്റ്. അപ്പോൾ ബെയർ വേർബിൻ്റെ കൂടെ അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബിൻ്റെ കൂടെ 2 ചേർത്ത് എഴുതുന്നതാണ് 2 ഇൻഫിനിറ്റീവ്സ്. Then the next one is after the objects and before some certain verbs. ഒബ്ജക്റ്റിന് ശേഷവും വേർബിന് തൊട്ട് മുന്നേയും ടു എന്ന് പറയുന്ന വാക്ക് ചേർക്കും. അങ്ങനെ 2 ഇൻഫിനിറ്റീവ്സ് നമുക്ക് ഫോം ചെയ്യാം. ഇനി അതിനുപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അതേതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. സി ദ ടെക്സ്റ്റ്. അഡ്വൈസ്, ഹെൽപ്പ്, പെർസ്വേഡ്, ടെൽ, അലൗ, ഇൻവൈറ്റ്, prefer, want, ask, order, teach, warn, expect, like, refuse, plan, and etc. and etc. But these are the verbs we use. These are the verbs we use after the objects. And after the objects and before the verbs, we used
to, which is called to infinitive. And in such sentences, it shows the purpose also. അപ്പോൾ ഏതൊക്കെ ഒബ്ജക്റ്റിന് ശേഷം വരുന്ന ചില വേർബുകളുണ്ട്, ആ വേർബിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾക്ക് എന്ത് ചേർക്കാം? ടു എന്ന് പറയുന്ന ഇൻഫിനിറ്റീവ് ചേർക്കാം, ടു ഇൻഫിനിറ്റീവ് ചേർക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ അഡ്വൈസ് യു ടു പേ അറ്റൻഷൻ ഇൻ ക്ലാസ്. ഇതാണ്, ക്ലാസ്സിൽ ശ്രദ്ധയോടിരിക്കുവാനായിട്ട് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ഐ അഡ്വൈസ് യു ടു പേ അറ്റൻഷൻ ഇൻ ക്ലാസ്. ഇവിടെ സി ദ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ദ സബ്ജക്റ്റ് ഈസ് ഐ. ഐ എന്നുള്ള സബ്ജക്റ്റ് എന്തു ചെയ്യുകയാണ്? ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി അഡ്വൈസ് എന്നുള്ളതാണ്, ഉപദേശിക്കുകയാണ്. ആരോട്? ടു ആൻ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് ആരാണ്? യു. അപ്പോൾ യു എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അഡ്വൈസ് ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ആ അഡ്വൈസിൻ്റെ പർപ്പസ് എന്താണ്? ടു പേ അറ്റൻഷൻ ഇൻ ക്ലാസ്. ക്ലാസ്സിൽ അറ്റൻഷൻ ആയിട്ടിരിക്കുക. അപ്പോൾ വി യൂസ് ഇൻഫിനിറ്റീവ്സ് ആഫ്റ്റർ ദ ഒബ്ജക്ട്സ് ആൻഡ് ജസ്റ്റ് ബിഫോർ സം സർട്ടൻ വെർബ്സ്. എക്സാമ്പിൾ, വൺസ് മോർ യു സീ, ഐ അഡ്വൈസ് യു ടു പേ അറ്റൻഷൻ ഇൻ ക്ലാസ്. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അഡ്വൈസ് എന്ന് പറയുന്ന വാക്ക്, അതിനുശേഷം എന്ത് വന്നിരിക്കുന്നു? ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. ഒബ്ജക്റ്റിന് ശേഷം ടു പേ എന്ന് പറയുന്ന ടു ഇൻഫിനിറ്റീവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ, വി ക്യാൻ യൂസ് ബിഫോർ ഇൻട്രോഗേറ്റീവ് വേർഡ്സ് ഓർ ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇൻട്രോഗേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുടെ ശ്രേണിയെ ഇൻട്രോഗേറ്റീവ് എന്ന് പറയാം. അപ്പോൾ യൂസ് ബിഫോർ ഇൻട്രോഗേറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണോ വേർഡ്സ്? വെൻ, വാട്ട്, വെയർ, ഹൗ, അല്ലേ? വെൻ ടു ഗോ, വാട്ട് ടു ഡു, ഹൗ ടു ഗോ. ഇങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് പോവുക. അപ്പോൾ ഇൻട്രോഗേറ്റീവ് വേർഡ്സിന് തൊട്ട് ശേഷവും നമുക്ക് ടു ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ വൈ എന്ന് പറയുന്ന ഇൻട്രോഗേറ്റീവിന് ശേഷം നമ്മൾ ടു ഉപയോഗിക്കില്ല. വൈ ടു നമ്മൾ ഉപയോഗിക്കാറില്ല. ഇൻട്രോഗേറ്റീവ് വേർഡ്സ് ഏതൊക്കെ ആയിരിക്കണം? വെൻ ആയിരിക്കണം, വാട്ട്, വേർ, ഹൗ, ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ, അതിനുശേഷമാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. പക്ഷേ വൈക്ക് ശേഷം നമ്മൾ ടു ഉപയോഗിച്ച് എഴുതാറുമില്ല, പറയാറുമില്ല. പറയാറുണ്ട്, പക്ഷേ അത് തെറ്റാണ്, പക്ഷേ എഴുതാറില്ല. അപ്പോൾ ഇതാണ് ടു ഇൻഫിനിറ്റീവ്സ്. ടു ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു പർപ്പസിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ടു ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കുന്നത്. ടു ഇൻഫിനിറ്റീവ്സ് സം സർട്ടൈൻ വേർബ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിന് ശേഷവും ചില വാക്കുകൾക്ക് മുന്നേയും നമ്മൾ ടു എന്നുള്ള പദം ചേർത്ത് എഴുതാറുണ്ട്. അപ്പോൾ ഇതാണ് ടു ഇൻഫിനിറ്റീവ്സ്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ടു ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ് ആണ്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഉടൻ തന്നെ അതും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ടു ഇൻഫിനിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേർപ്പസിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചില വാക്കുകൾക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് വേർഡ്സിന് ശേഷവും നമ്മൾ ഇത് ഉപയോഗിക്കും. ഇത്രയും മാത്രമേ ടു ഇൻഫിനിറ്റീവ്സിൽ നിന്നും പഠിക്കുവാനുള്ളൂ. അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കേവല ക്രിയ എന്നാണ് മലയാളത്തിൽ. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഒത്തിരി പാടുള്ള കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് ആയിട്ട് വരുന്നതുവരെ ബൈ.